ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങളേറെ സ്നേഹത്തോടെ നേരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുക മഗ്ദലേന മറിയത്തെയാണ്. ഈശോയുടെ ശവകുടീരത്തിങ്കിൽ ചെല്ലുന്ന മഗ്ദലേന മറിയം, ഈശോയെ ആഴമായി സ്നേഹിച്ച മഗ്ദലേന മറിയം, അവൾക്ക് ഈശോ വലിയൊരു സമ്മാനം നൽകുകയാണ്. ആദ്യമായിട്ട് ഉത്ഥിതനെ ദർശിക്കാനുള്ള വലിയ കൃപ അവൾക്ക് ലഭിക്കുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഈശോയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. മുൻപൊരിക്കൽ മർത്തായും മറിയവും ലാസറിൻ്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ യേശു വന്നില്ല എന്നുള്ള വലിയ പരാതി പറയുന്നുണ്ട്. അവിടെ ഈശോയുടെ ദൃശ്യമായ അല്ലെങ്കിൽ ശാരീരികമായ സാന്നിധ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുള്ളൂ എന്ന് അവർ കരുതുന്ന ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഈശോ എല്ലായിടത്തുമുണ്ട്, ഈശോയുടെ സാന്നിധ്യം എപ്പോഴുമുണ്ട്. ഇവിടെ ഈശോ തൊട്ടടുത്ത് നിൽക്കുന്നത് തിരിച്ചറിയാനായിട്ട് ആദ്യം സാധിക്കുന്നില്ല മഗ്ദലേന മറിയത്തിന്. പക്ഷേ അവളുടെ സ്നേഹത്തിൻ്റെ നിറവ് ഈശോ അതിന് പ്രതിസമ്മാനം നൽകുകയാണ്. റബ്ബോനി എന്നാണ് മറിയം വിളിക്കുന്നത്, ഈശോയെ വിളിക്കുന്നത്. റബ്ബി എന്നുള്ളതിനേക്കാളും വലിയ ബഹുമാനത്തോടു കൂടിയ പദമാണ്. അങ്ങനെ അവൾ ആ സ്നേഹത്താൽ നിറഞ്ഞ് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയാകുകയാണ്. അപ്പസ്തോലോരും എന്നാണ് അവളെ വിളിക്കുക. വലിയ ദൗത്യവുമായിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഉത്ഥിതനെ മനസ്സിലാക്കുമ്പോൾ, മഗ്ദലേന മറിയത്തിൻ്റെ ആ സ്നേഹവും സമർപ്പണവുമാണ് ഈശോ സമ്മാനിക്കുന്നത്. ഉത്ഥിതനായ യേശുവിനോട് നമുക്കുള്ള കമ്മിറ്റ്മെൻറ്റ്, നമുക്കുള്ള സ്നേഹം എന്താണ് എന്ന് ഒന്ന് വിലയിരുത്താം. നമ്മുടെ ജീവിതത്തിൽ ഈ ഉത്ഥാന തിരുനാൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നു. വ്യക്തിപരമായൊരു സ്നേഹമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുക. വിശുദ്ധ അഗസ്റ്റിൻ മഗ്ദലേന മറിയത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുക: പുരുഷന്മാർ വിട്ടുപോയപ്പോൾ കൂടുതൽ തീക്ഷ്ണമായ സ്നേഹം ആ സ്ത്രീയെ കല്ലറയെങ്കിൽ പിടിച്ചു നിർത്തിയെന്നാണ്. ആ സ്നേഹം തന്നെയാണ് ഈശോ അവളോട് കാണിക്കുന്നത്. നല്ല ഇടയൻ പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹം മറിയം എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുന്നു. ആ സ്നേഹത്തിന് മറിയം പ്രത്യേകമായിട്ട് പ്രതിനിധി പ്രകാശിപ്പിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ഏറ്റവും നല്ല ശിഷ്യയായിട്ട് അവൾ മാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ളൊരു മാറ്റമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഉത്ഥാന ദിനത്തിൽ ആദ്യമേ നമുക്ക് ഓർക്കാം. ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ തുടർന്ന് ചിന്തിക്കുക, തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയമാണ്. മരണത്തിന്മേൽ ജീവൻ വിജയം വരിക്കുന്നു. ശിഷ്യന്മാരുടെ പരാജയവും പാപവും ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വഴിമാറുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായം 27-ാം വാക്യം പത്രോസ് ഗുരുവിനെ നിഷേധിക്കുമെന്നുള്ള സൂചന നൽകുമ്പോൾ ഉടനെ തന്നെ കർത്താവ്, ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും. ശിഷ്യന്മാരുടെ ചിതറിപ്പോകൽ കർത്താവ് മുൻകൂട്ടി കാണുന്നു. പക്ഷേ അതിനെ മറികടക്കുന്ന ഉത്ഥിതൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഓർക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്രകാരം പറയുകയുണ്ടായി: ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ ചെങ്കിസ് ഖാൻ. മംഗോൾ രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് 13-ാം നൂറ്റാണ്ടിലെ ചെങ്കിസ് ഖാൻ, ക്രൂരനായ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ ആ ശൈലിയെ ഓർമ്മിച്ച് നെതന്യാഹു പറയുകയാണ്, ആ ശൈലിയുടെ മേൽ നന്മയുടെ ശൈലിക്ക് വിജയം വരിക്കാൻ സാധിക്കുകയില്ല എന്ന്. വലിയ ശക്തി കൊണ്ട് മാത്രം ഈ തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തണം എന്നാണ് അയാൾ പറയുന്നത്. തിന്മയെ തോൽപ്പിക്കാൻ തിന്മ കൊണ്ട് അതിനെ നേരിടുന്ന കാലഘട്ടമാണിത്. സ്വന്തം സ്വാർത്ഥതയെ നന്മയാക്കി അവതരിപ്പിക്കുന്ന കാലഘട്ടവുമാണ്. ഇന്നത്തെ ലോകയുദ്ധങ്ങളിലൊക്കെ അങ്ങനെയാണ്.
ഞങ്ങളൊക്കെ നന്മയുടെ വശത്താണ് എന്ന് പറഞ്ഞ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നടത്തുന്ന യുദ്ധങ്ങളാണെന്ന് നമ്മൾ കാണുക. അവിടെ ആത്യന്തികമായി തിന്മയുടെ ശക്തിമേൽ ഈശോ വിജയം വരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വലിയ തിരുനാളാണ് ഈസ്റ്റർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്സംഗതയും നിരാശയും മാറി നമ്മുടെ പരാജയങ്ങളിലും കുറവുകളിലും കർത്താവ് അതിനെ മറികടക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ള വലിയ പ്രത്യാശ നമ്മിൽ നിറയ്ക്കേണ്ട വലിയ തിരുനാളാണ് ഈസ്റ്റർ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ഈസ്റ്റർ ദിനത്തിലെ മൂന്നാമത് നമ്മൾ ചിന്തിക്കുക യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മറ്റൊരു വാക്യമാണ്. 20-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. മഗ്ദലേന മറിയം ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ 5 പ്രാവശ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ പരാമർശമുണ്ട്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. പരമ്പരാഗതമായിട്ട് ഇത് യോഹന്നാനാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും അങ്ങനെ കരുതുന്നില്ല. ചിലർ ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവിതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, ലാസറിനെ പറ്റിയാണിത് പറയുന്നത് എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ശിഷ്യനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് കരുതുന്നവരുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വലിയൊരു അനുഭവം, വ്യക്തിപരമായ അനുഭവമാണ്. യോഹന്നാനാണ് ഈ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെങ്കിൽ യോഹന്നാൻ തൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഇന്ന് വിശാലമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ധിതനായ യേശുവിനെ ആഴമായി നമ്മളൊക്കെ സ്നേഹിക്കുന്നു. നമ്മളെപ്പറ്റി ഇപ്രകാരം പറയാൻ സാധിക്കുമോ? ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യ എന്ന് നാം ഓരോരുത്തരെയും പറ്റി പറയാൻ സാധിക്കുമോ? മറിച്ച് ഇപ്രകാരം കൂടി നമുക്ക് പറയാൻ സാധിക്കണം, ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യ എന്ന്. നമ്മുടെ ശിഷ്യത്വം എന്ന് പറയുന്നത് അനുദിനവും നമ്മൾ ജീവിക്കേണ്ട ഒന്നാണ്. ഉത്ഥാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിത വഴികളിൽ ഉത്ഥിതൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും സഹായവും എപ്പോഴും ഉണ്ടാകട്ടെ. ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.